ഭക്ഷണം എന്ന് പറയുമ്പം നമ്മൾ ചോറാണോ അല്ലെങ്കിൽ ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന 3 നേരത്തെ മീലും ബാലൻസ് ഫുഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ബാലൻസ് ഫുഡ് ആവുക എന്ന് പറയുമ്പോൾ എങ്ങനെ ഇപ്പോൾ റഫ്ലി നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ഭക്ഷണം വിളമ്പുന്ന പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിനെ ഒരു ഹാഫ് ആക്കുക. ആ ഹാഫിൽ ആ വലിയൊരു ഹാഫ് മൊത്തം നമ്മൾ ശരിക്കും കഴിക്കേണ്ടത് പച്ചക്കറികളാണ്. കുറച്ച് പഴങ്ങളും കഴിക്കാം. ഇപ്പോൾ ഡയബറ്റീസ് ഇല്ലാത്ത ആളാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ പഴങ്ങൾ കഴിക്കാം, പച്ചക്കറികളും കഴിക്കാം. ഇപ്പുറത്തെ ഒരു ഹാഫ് എടുക്കുന്നുണ്ടല്ലോ, അതിന് വീണ്ടും നമ്മൾ ഒരു ഹാഫ് ആക്കുക. അപ്പോൾ ഒരു 1/4 മുകളിൽ കിട്ടി, ഒരു 1/4 താഴെയും വന്നില്ലേ. ആ 1/4 മാത്രമേ നമ്മുടെ ചോറായാലും റാഗി ആയാലും ഓട്സ് ആയാലും എല്ലാം ആ ഭാഗത്ത് മാത്രമേ വരാവൂ, അത്രേ നമ്മൾ എടുക്കാവൂ. അതായത് 1-1.5 കപ്പ് ചോറിനുള്ള സ്ഥലമേ പിന്നെ അവിടെ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഒരു 2 ദോശ അല്ലെങ്കിൽ ഒരു 3 ഇഡ്ഡലി അതൊക്കെ വെക്കാനുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ. പിന്നെ അതിൻ്റെ താഴെയുള്ള 1/4 പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി, മീൻ, മുട്ട, പാല്, പയറ്, പരിപ്പ്, ഇതെല്ലാം തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അത് താഴത്തതിൽ ഉൾപ്പെടുത്തുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മൾ ചോറിൻ്റെ അളവിനെ നമുക്ക് മിതപ്പെടുത്താൻ പറ്റും. ചോറോ വോട്ടവർ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള എല്ലാത്തിനും മിതപ്പെടുത്തിയിട്ട് പ്രോട്ടീൻ അത്യാവശ്യം ഉപയോഗിക്കുക, പച്ചക്കറികൾ നല്ലോണം കഴിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. പക്ഷെ ചോറിൻ്റെ പ്രശ്നം, നമ്മൾ ചോറ് ഇഷ്ടപ്പെട്ട് കുറേ കഴിച്ചു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ചോറ് മാറ്റി വൈകുന്നേരം ചപ്പാത്തി ആക്കുന്നൊക്കെ പറയുന്നത്. ചപ്പാത്തിയും തേച്ചാൽ ഗ്ലൂക്കോസായി മാറും, ചോറും തേച്ചാൽ ഗ്ലൂക്കോസായിട്ട് മാറും. പക്ഷെ രണ്ടിൻ്റെയും അബ്സോർപ്ഷൻ്റെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി കുറച്ചും കൂടെ സ്ലോലി ഗ്ലൂക്കോസായി മാറുകയുള്ളൂ ചോറിനെ അപേക്ഷിച്ച്. ആ ഒരു ബെനിഫിറ്റ് ചപ്പാത്തിക്കുണ്ട്. പിന്നെ എണ്ണ നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ എന്നും കൂടെയാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്.